കായംകുളത്തെ സാമൂഹിക സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞുനിന്ന എ ഷംനാദിന്റെ രണ്ടാം അനുസ്മരണ ദിനം CPI ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ സാമൂഹിക സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന എ ഷംനാദിന്റെ രണ്ടാം അനുസ്മരണ ദിനം CPI കായംകുളം ടൗൺ വടക്ക് കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ AISFന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകനും നേതാവുമായിരുന്നു. AISFന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലൊക്കെ ഷംനാദ് പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് AIYFന്റെ ആ കാലയളവിലെല്ലാം ഈ കായംകുളം ടൗണിലെ അറിയപ്പെടുന്ന ഒട്ടേറെ ആളുകളെ AIYFിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അത് പൂർണ്ണമായി നടപ്പാക്കാതെ പിന്മാറുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ഷംനാദ്. ഒരു നല്ല അധ്യാപകനായിരുന്നു. അധ്യാപകൻ എന്ന നിലയിൽ വലിയ സഹായമാണ് ഈ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഷംനാദ് ടൂറിലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾ വേണ്ടത്ര ഇന്നത്തെ പോലെ സമ്പന്നരൊന്നും ആയിരുന്നില്ല. അന്ന് വളരെയേറെ കഷ്ടപ്പെടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിച്ചു. അവരെ വീട്ടിൽ പോയി പഠിപ്പിച്ചു. ഏതാണ്ട് അത്ര മെച്ചമല്ല എന്ന് തോന്നുന്ന ആളുകളെ രാത്രി കാലങ്ങളിൽ വളരെയേറെ വൈകി അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമീർ ചിറയിൽ അധ്യക്ഷനായി. വൈ സജീർ സ്വാഗതം പറഞ്ഞു. ആർ ഗിരിജ, AS സുനിൽ, അഡ്വക്കേറ്റ് A അജികുമാർ, JK നിസാം, A ഷിജി, A റഹീം, P ഗോപികൃഷ്ണൻ, കലേഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നേതൃത്വനിര ഉണ്ടായതും സംഘടനാ ശേഷി ഉണ്ടായതും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പൈതൃകം പേറിക്കൊണ്ടാണ് നമ്മുടെ അഫ്സൽ ഉൾപ്പെടെയുള്ളവർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി AISFിലൂടെ കടന്നു വന്ന നേതാക്കന്മാരാണ് ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായി നിൽക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും ഷംനാദിൻ്റെ ഒരു പിന്തുണ, അദ്ദേഹത്തിൻ്റെ നേതൃപാടവം ഇക്കാര്യത്തിലൊക്കെ വളരെ അർത്ഥവത്തായ ഒരു നേതൃപാഠമായിരുന്നു എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഷംനാദിന് ഒരു ഹരമായിരുന്നു. അദ്ദേഹത്തിന് സർക്കാർ ജോലി കിട്ടിപ്പോകുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ലാതിരുന്ന സന്ദർഭത്തിലും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിനോടുള്ള ആത്മാർത്ഥത തെളിയിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് മുന്നിൽ സിജുമോൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.